ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഒരു സ്ത്രീ എന്ന നിലയിൽ, വിമൻ എന്ന നിലയിൽ നമ്മൾ ആത്മീയമായും ശാരീരികമായും മാനസികമായും ശുദ്ധമായിരിക്കണം. നമ്മുടെ വൃത്തി അല്ലെങ്കിൽ ഹൈജീൻ അത് നഷ്ടപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ദുഃഖവും പ്രയാസങ്ങളും വിഷമങ്ങളും വരും. പക്ഷേ നമ്മുടെ ആ ഒരു ഹൈജീൻ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മോടൊപ്പം എന്നുമുണ്ടാകും. ശുചിത്വം അല്ലെങ്കിൽ ഹൈജീൻ അതിന് ഇസ്ലാമിൽ വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ശുദ്ധത എന്നത് ഇസ്ലാമിൽ ഒരു അടിസ്ഥാനമായിട്ടാണ് കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, വൃത്തി എന്നത് ഈമാനിൻ്റെ പകുതിയാണെന്ന്. സ്ത്രീകളുടെ ലൈഫിൽ ശുചിത്വത്തിന് മാത്രമല്ല ആത്മീയ സംരക്ഷണത്തിനും വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ശരീരവും മനസ്സും ശുദ്ധമാക്കിയാൽ നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടും, മനസ്സിൽ സമാധാനം ലഭിക്കും. ഹാബിറ്റ് നമ്പർ 1, ഡെയിലി ക്ലെൻലിനെസ് റുട്ടീൻ. ഫജറിൽ നിങ്ങൾ ഉണർന്ന ഉടനെ മുഖം കഴുകുക, കൈ കഴുകുക. നിങ്ങളുടെ ബോഡിയിലുള്ള ആ ഒരു ബാഡ് സ്മെൽ അത് നീക്കം ചെയ്യുക. തീർച്ചയായിട്ടും ആവശ്യമുള്ള സാഹചര്യങ്ങളിലുള്ള ബോഡി ഫ്രഷപ്പ് അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾ ബോഡി ഫ്രഷ് ആയതിനു ശേഷം ശരീരം നന്നായി ഉണക്കുക. ഇത് സ്കിൻ ഇൻഫെക്ഷൻസ് ഒഴിവാക്കും. ഹാബിറ്റ് നമ്പർ 2, മെൻസ്ട്രൽ ഹൈജീൻ. ലേഡീസിന് അവരുടെ പീരിയഡ്സ് കാലത്ത് ശുചിത്വം പാലിക്കുന്നത് അല്ലെങ്കിൽ ഹൈജീൻ കീപ്പ് ചെയ്യുന്നത് ആരോഗ്യത്തിനും ഇബാദത്തിനും അത്രമേൽ പ്രധാനമാണ്. പീരിയഡ് സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. ആ ഒരു സമയത്ത് ഇബാദത്ത് ഒഴിവാക്കുമ്പോഴും ദുആയും ഖുർആൻ ചിന്തയും നിങ്ങളുടെ മനസ്സിൽ നിലനിർത്തുക. മനസ്സിനെ ശുദ്ധമായി നിർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ നിങ്ങൾ അനുസരിക്കുക. ഹാബിറ്റ് നമ്പർ 3, പ്രോപ്പർ ഡ്രസ്സിംഗ് ആൻഡ് ഇന്നർ ഹൈജീൻ. ശുദ്ധമായ കംഫർട്ടായിട്ടുള്ള ഡ്രസ്സുകൾ നിങ്ങൾ ചൂസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വസ്ത്രം അത് നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിലൂടെ നിങ്ങളുടെ വൃത്തി നിങ്ങൾ കീപ്പ് ചെയ്യുക. ഹാബിറ്റ് നമ്പർ 4, ആഫ്റ്റർ യൂസിങ് വാഷ്റൂം. ഇസ്ലാം പരമായി ഇടതു കൈ നിങ്ങൾ യൂസ് ചെയ്യുക, പൂർണ്ണമായി കഴുകുക. അതിനായി വെള്ളം ഉപയോഗിക്കുക. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയ്ക്ക് മുൻപും ഒരു ചെറിയ അശുദ്ധി പോലും ശരീരത്തിൽ അവശേഷിക്കുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഹാബിറ്റ് നമ്പർ 5, ഓറൽ ഹൈജീൻ. മിസ്വാക്ക് അല്ലെങ്കിൽ ബ്രഷ് അത് നിങ്ങൾ ദിവസത്തിൽ 2 ടൈംസ് ചെയ്യുക. നമ്മുടെ വായിലെ ദുർഗന്ധം അത് ഒഴിവാക്കുക. ഇത് സാമൂഹികമായി വളരെ പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവസത്തിൽ പലതവണ മിസ്വാക്ക് ചെയ്തിരുന്നതായി ഹദീസിൽ കാണാം. ഹാബിറ്റ് നമ്പർ 6, നെയിൽ ആൻഡ് ഹെയർ കെയർ. നെയിൽ കട്ടിംഗ് അത് വീക്ക്ലി വൺസ് എന്നത് സുന്നയാണ്. അതുപോലെ നിങ്ങൾ ഹെയർ ക്ലീൻ ചെയ്യുക, അത് വൃത്തിയോടെ സൂക്ഷിക്കുക. അനാവശ്യമായിട്ടുള്ള ഹെയർസ് റിമൂവ് ചെയ്യുക. അത് ഹൈജീൻ മാത്രമല്ല, ഒരു സുന്നത്ത് കൂടിയാണ്. ഹാബിറ്റ് നമ്പർ 7, സ്ലീപ്പ് ആൻഡ് ബെഡ് ക്ലീൻലിനെസ്. ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ കിടക്ക വൃത്തിയായി സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, നിന്റെ കിടക്കയിൽ പൊടി, അശുദ്ധി എന്നിവ നീക്കി വയ്ക്കുക എന്ന്. വൃത്തിയായ അന്തരീക്ഷത്തിൽ ഉറങ്ങുന്നത് അത് ഓരോരുത്തരുടെയും മനസ്സിന് സമാധാനം നൽകും. ഹാബിറ്റ് നമ്പർ 8, സ്പിരിച്വൽ ഹൈജീൻ. മനസ്സിൻ്റെ ശുദ്ധതയും അത്രമേൽ ഓരോരോ വ്യക്തികൾക്കും പ്രധാനമാണ്. അസൂയ, നെഗറ്റീവ് തോട്ട്സ്, ബാക്ക് സ്റ്റാബ് ഇതൊക്കെ നമ്മുടെ മനസ്സിനെ നശിപ്പിക്കും. ഹൃദയം ശുദ്ധമാക്കാൻ ദുആയും ഖുർആൻ പാരായണവും വളരെ ആവശ്യമാണ്. തീർച്ചയായും ഓരോ സ്ത്രീയുടെയും ഇന്നർ ഹൈജീൻ അല്ലെങ്കിൽ ആത്മീയ ശുദ്ധത അതുതന്നെയാണ് അവളുടെ യഥാർത്ഥ സൗന്ദര്യം. ഫ്രണ്ട്സ്, ഈയൊരു 8 ഹാബിറ്റ്സ് ഇത് നിങ്ങൾ പാലിച്ചാൽ ഒരു ലേഡി എന്ന നിലയ്ക്ക് നീ ആരോഗ്യമുള്ളവളായും ആത്മീയമായി സമാധാനമുള്ളവളായും മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, അള്ളാഹു ശുദ്ധരായവരെ സ്നേഹിക്കുന്നു എന്ന്. ശുചിത്വം എന്നത് പുറമേ കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ഇന്നർ ബ്യൂട്ടി കൂടിയാണ്. തീർച്ചയായും ശുചിത്വം അത് ഈമാനിൻ്റെ പകുതിയാണ്. അതിനാൽ ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ ശുദ്ധമായിരിക്കും, അത് ആത്മീയമായും ശാരീരികമായും എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.